മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രിയാണ് തേജാലക്ഷ്മി എന്ന് വിളിക്കുന്ന കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കമലഹാസനെക്കുറിച്ചും വർഷങ്ങൾക്ക് ശേഷം താൻ കണ്ടതിനെക്കുറിച്ചും അതുപോലെ പണ്ട് ഉർവശിയോടൊപ്പം പോയപ്പോൾ തന്നെ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കുഞ്ഞാറ്റ ഈ പോസ്റ്റിലൂടെ പറയുന്നു. ഇന്ന് ഉർവശിയുടെ മകൾ പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത്. മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യം, അങ്ങനെയാണ് ഞാനതിനെ വിശേഷിപ്പിക്കുന്നത്. പണ്ട് കമലഹാസനുമായി എൻ്റെ അമ്മ ഒരു സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാനന്ന് കൈക്കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ സെറ്റിൽ അമ്മ ജോലി എടുക്കുമ്പോൾ ബഹളം വയ്ക്കുമായിരുന്നു. അപ്പോൾ എന്നെ നിർത്താൻ കഴിയാതെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കഥ പ്രകാരം കമലഹാസൻ സാർ എന്നെ എപ്പോഴും എടുക്കുമായിരുന്നു എന്നാണ്. അദ്ദേഹം എടുത്ത് കയ്യിൽ കൊണ്ട് നടക്കും, അവിടെയെല്ലാം വെച്ച് ഭക്ഷണം തരുമായിരുന്നു. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം തന്നെയാണ് ഇത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആ കഥ. അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നും. അമ്മ തന്നെയാണ് ഈ കഥ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കാണുകയാണ്. ഇതിൽ പരം സന്തോഷം എനിക്ക് എന്താണുള്ളത്? ഇത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് എന്നെക്കുറിച്ച് ഓർമ്മിച്ച് പറയുന്നത് കേട്ട് എനിക്ക് നല്ല സന്തോഷമായി. നിന്റെ അമ്മ അന്ന് ജോലി ചെയ്യുമ്പോൾ നീ അമ്മയെ ജോലി ചെയ്യാൻ സമ്മതിക്കാറില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കും. ഒരു ട്രബിൾ മേക്കിംഗ് കുട്ടിയായിരുന്നു നീ എന്ന് കമലഹാസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് കുഞ്ഞാറ്റ ഓർത്തു പറയുന്നുണ്ട്. ഉർവശിയുടെ മകളായി ജനിച്ചത് തന്നെയാണ് തൻ്റെ ഭാഗ്യമായി കാണുന്നതെന്നും പറയുന്നു. പ്രേക്ഷകരും അത് വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. കമലഹാസൻ ഇത്തരത്തിൽ തന്നെ കുഞ്ഞാറ്റയെക്കുറിച്ച് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരു അഭിമാനം തന്നെയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു. മലയാള നടി ഉർവശിയുടെ മകളായതുകൊണ്ട് മാത്രം ലഭിച്ച കുഞ്ഞാറ്റയുടെ ഒരു പ്രത്യേകതയാണത്. കമലഹാസൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ കമലഹാസൻ പണ്ട് എടുത്തുകൊണ്ട് നടന്ന മകളെപ്പോലെ കണ്ട ഒരു കുട്ടിയാണിത്. ശ്രുതി ഹാസനെയോ ഇളയ മകളെയോ പോലും ഒരുപക്ഷെ കമലഹാസൻ സെറ്റിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകില്ല. അദ്ദേഹം ആ സമയമൊക്കെ തമിഴിൽ തിരക്കുള്ള ഒരു നായക നടനാണ്. എന്നാൽ ഉർവശിയുടെ മകളായതുകൊണ്ടും ഒരു താരത്തിൻ്റെ മകളായതുകൊണ്ടും മാത്രം എനിക്ക് ലഭിച്ച ഒരു വലിയ മുൻഗണനയായി ഞാൻ അതിനെ കാണുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കുഞ്ഞാറ്റ പറയുന്നത്. അതെ, മറ്റാർക്കും കിട്ടാത്ത ഒരു പ്രിവിലേജ് തന്നെയാണ്. ആ പ്രിവിലേജ് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ആ പ്രിവിലേജിന് ഞാൻ വളരെയധികം അർഹയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇന്ന് ഞാൻ അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് ശേഷം ഈ കഥയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കാണുന്നത്. അദ്ദേഹത്തിനും അത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അമ്മ ഒരുപാട് അദ്ദേഹവുമായി സംസാരിച്ചു. എനിക്കങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയായിരുന്നു. നമ്മൾ വളരെ ചെറുതിലെ മുതലേ സിനിമയിലൊക്കെ കണ്ടു വളർന്നതാണ്. ഞാൻ ചെന്നൈയിൽ വരുമ്പോഴൊക്കെ തന്നെയും ഇദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളാണ് ഞാൻ കാണാറുള്ളത്. പണ്ടെൻ്റെ അമ്മ ഇവരോടൊപ്പമൊക്കെ ജോലി ചെയ്തിരുന്നു എന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ ഇവരെ ഒന്നും നേരിട്ടിപ്പോൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് പിന്നീടൊരിക്കൽ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുന്നത്. ഞാനൊരാ അഭിമാനത്തിലാണ്. ഞാനതിൻ്റെ അഭിമാനത്തിൻ്റെ ഏറ്റവും അറ്റത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതെങ്ങനെ നിങ്ങളെ പറഞ്ഞറിയിക്കണമെന്നും എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ തന്നെ എൻ്റെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഞാനും എൻ്റെ അമ്മയും അത്രയും അധികം സ്നേഹത്തോടെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. വളരെ ചെറുതിലെ തന്നെ എനിക്ക് അറിയാവുന്നൊരു വ്യക്തി. അദ്ദേഹം എന്നെ എടുത്തിരുന്നു എന്നൊക്കെ ഞാൻ അറിയുന്നു. എന്നാൽ എന്നെ അറിയുമോ എന്ന സംശയത്തിൽ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ, ഉർവശിയുടെ മകളല്ലേ, ഞാൻ നിന്നെ ഒരുപാട് എടുത്തു നടന്നിട്ടുണ്ട്, അത് നിനക്ക് ഓർമ്മ കാണില്ല എന്ന് കമലഹാസൻ തന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എന്ന് അഭിമാനത്തോടെ കുഞ്ഞാറ്റ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.